ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ആദ്യകാല മനുഷ്യജീവിതം എന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലൂടെ 4 ശിലായുഗങ്ങളാണ് പറയുന്നത്. ഒന്ന് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, താമ്ര ശിലായുഗം. ഒന്നാമത്തേതായിട്ട് പറയുന്നത് നമ്മൾ ലാസ്കോയിൽ ഫ്രാൻസിൽ എന്ത് കണ്ടെത്തി? ആദ്യമായിട്ട് ഒരു ഗുഹാചിത്രങ്ങൾ കണ്ടെത്തി. ആ ഗുഹാചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രാചീന കാല ശിലായുഗങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ഉദാഹരണങ്ങൾ ലഭിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഈ പ്രാചീന ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ രേഖകൾ കിട്ടിയതിനകത്ത് ഈ ഗുഹാചിത്രങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു ഗുഹാചിത്രമാണ് ഭീംബേത്ക, മധ്യപ്രദേശ്, ഇന്ത്യയിലുള്ള നൃത്തത്തിൻ്റെ ചിത്രം. അപ്പോൾ സംഘനൃത്തം ഭീംബേത്ക, ഇന്ത്യ, അത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ്. അതേപോലെ തന്നെ വേട്ടയാടലിൻ്റെ ഒരു ചിത്രവും കൂടെ ആ ഗുഹയിൽ നിന്ന് തന്നെ ലഭിക്കുകയുണ്ടായി. പിന്നെ കാട്ടുപന്നിയുടെ ചിത്രം ഗുഹയിൽ വരച്ചിരിക്കുന്ന അത് അൾട്രാമിറ, സ്പെയിനിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാട്ടുപോത്ത് ഷോവെ എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു പ്ലേസിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് 8ലെ 1ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല മനുഷ്യജീവിതം. അതിനകത്തെ കുറച്ച് വളരെ വേണ്ടപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത്. 2ാമത്തെ പോയിൻ്റ് മധ്യശിലായുഗം. മധ്യശിലായുഗത്തിൽ കമ്പും കല്ലും കൊണ്ടുള്ള ആയുധങ്ങളാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ വേട്ടയാടൽ തുടങ്ങുകയും വ്യാപകമായിട്ട് വേട്ടയാടാനും തുടങ്ങി. കമ്പും കല്ലും ഉപയോഗിച്ചായപ്പോഴത്തേക്കും ഉപകരണങ്ങളുടെ യൂസേജ് വളരെയധികം കൂടിയപ്പം അങ്ങനെ ഒരു വംശനാശം സംഭവിച്ച ആനിമലാണ് മാമത്ത് എന്ന് പറയുന്നത്. വളരെ രോമങ്ങളോട് കൂടിയ ഈ മാമത്തുകൾ വംശനാശ ഭീഷണി ഏർപ്പെടുകയും അവ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ നമ്മൾ ആ മധ്യശിലായുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ടൊരു വാസസ്ഥലം കണ്ടെത്തി, അല്ലേ? അതുപോലെ തന്നെ നായകളെയൊക്കെ ഇണക്കി വളർത്തുകയുണ്ടായി. അമ്പും വില്ലും ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടൽ വ്യാപകമായിട്ടുണ്ടായി. മധ്യശിലായുഗത്തിൽ മരങ്ങൾ കൂട്ടിക്കെട്ടി എന്ത് ചെയ്തു? ജലയാത്രകളും ഇവർ ആരംഭിച്ചിരുന്നു. പ്രാചീന ശിലായുഗത്തിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയാൻ കല്ലുകൊണ്ടുള്ള പ്രതിമകൾ ആയിരുന്നു പ്രാചീന ശിലായുഗത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലും കൊമ്പും കൊണ്ടായിരുന്നു അവർ ഗുഹകളിൽ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ എല്ലുകളിൽ അല്ലെങ്കിൽ ഈ കൊമ്പുകളിൽ സുഷിരങ്ങളിട്ടിട്ടുള്ള എന്തുണ്ടായിരുന്നു? വാദ്യ ഉപകരണങ്ങളും ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മരനാരുകൾ കൊണ്ടായിരുന്നു അന്നത്തെ പ്രാചീന ശിലായുഗത്തിലെ ആളുകൾ പാത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. ഇനി കളിമണ്ണ് കൊണ്ടായിരുന്നു എന്തായിരുന്നു? അവർ മനുഷ്യൻ്റെ രൂപങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്രാചീന ശിലായുഗത്തെ. അപ്പോൾ പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവും തമ്മിലുള്ള ആ ഒരു സ്പെഷ്യാലിറ്റീസാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നവീന ശിലായുഗത്തിലേക്ക് പോകാം. അപ്പോഴത്തേക്കും എന്താണ് ആരംഭിച്ചത്? നദീതടം കേന്ദ്രീകരിച്ച് എന്ത് തുടങ്ങി? വാസസ്ഥലം കണ്ടെത്തി തുടങ്ങി. എന്തിനു വേണ്ടിയായിരുന്നു? നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചിരുന്നു. മൃഗങ്ങളെ ഭക്ഷണാവശ്യത്തിനായിട്ട് വളർത്തി. ഗോതമ്പ്, ബാർലി, ചണം, വിവിധ ഇന കിഴങ്ങുകൾ, നെല്ലുകൾ, വാഴകൾ എന്നിവയായിരുന്നു നവീന ശിലായുഗത്തിലെ വിളകൾ. അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തിയ ഖനനത്തിലൂടെയൊക്കെ കണ്ടെത്തിയ ഒന്നാണ് മൺകുടിലുകൾ. വടക്കൻ ഇറാഖിലെ ജോർമ എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ എന്താണ്? നവീന ശിലായുഗത്തിലെ മൺകുടലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ നമ്മുടെ ആർക്കിയോളജിസ്റ്റിന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നവീന ശിലായുഗത്തിൻ്റെ ഒരു ഉദാഹരണമാണിത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ റീസെൻറ്റ് ടൈംസിൽ നമ്മൾ പറയത്തില്ലേ, ദ്വാരകയൊക്കെ ഖനനം ചെയ്തെടുക്കുന്നു. അപ്പോൾ ഒരുപാട്, അത് 900 വർഷങ്ങൾക്ക് മുൻപേ, അതായത് നമ്മുടെ ഈ ശിലായുഗങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഖനനം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഇതെന്ത് ചെയ്യുന്നത്? ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സയൻറ്റിഫിക്കലി എല്ലാം പ്രൂവണാണ്. നമുക്ക് നോക്കാം താമ്രശിലായുഗം എന്നാൽ എന്ത്? അപ്പോൾ താമ്രശിലായുഗം ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ യുഗത്തിലും ജനങ്ങൾ എന്ത് ചെയ്തിട്ട് മോഡേണായി വരികയാണ്. അപ്പോൾ നവീന ശിലായുഗത്തിലെ നമ്മൾ കൃഷിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? ആ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണത്തെ നമ്മൾ കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെന്ത്? ചെമ്പ് കണ്ടെത്തുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കൃഷി രീതിയും വേട്ടയാടലുകളും എല്ലാത്തിനും ഒരു വ്യത്യാസം സംഭവിച്ചു. ലോഹങ്ങൾ കണ്ടെത്തി അത് ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിച്ചു. ചെമ്പ് പാത്രങ്ങളൊക്കെ നിർമ്മിച്ച് നമ്മൾ അടുപ്പൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങി. ഓക്കെ, പോട്ടേഴ്സ് വീൽ, അതായത് അന്നത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു മൺപാത്രം നിർമ്മാണിക്കുന്ന ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നത്.
അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, നമുക്കിനി വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.